കുട്ടികൾക്കും മർദ്ദിതർക്കും വേണ്ടി സംസാരിക്കാൻ ആളില്ലാതാകുന്നതാണ് നാം ഇപ്പോൾ നേരിടുന്ന പ്രശ്നമെന്ന് ഫാദർ സിബു വർഗീസ് ഇരുമ്പിനിക്കൽ. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. യുവജന ധാർമ്മികത, നവീകരണവും വെല്ലുവിളികളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടനയായ മജ്ലിസ് ഖുദാമുൽ അഹമ്മദിയയുടെ ആഭിമുഖ്യത്തിൽ യുവജന ധാർമ്മികത, നവീകരണവും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൊല്ലപ്പെടുന്നവർക്കും മർദ്ദിതർക്കും വേണ്ടി സംസാരിക്കാൻ ആളില്ലാതാകുന്നതാണ് നാം ഇപ്പോൾ നേരിടുന്ന പ്രശ്നമെന്ന് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഫാദർ സിബു വർഗീസ് ഇരുമ്പനിക്കൽ പറഞ്ഞു. മലയാളം പദം പറയുമ്പോൾ പേഴ്സൺ എന്ന് ഇംഗ്ലീഷിൽ മനസ്സിലാക്കിയാൽ അതിന് കുറച്ചുകൂടി ഒരു ദാർശനികവും ദൈവശാസ്ത്രപരമായ ഒരു കാര്യമുണ്ട്. പേഴ്സൺ ക്രിസ്തുമത്തെ സംബന്ധിച്ച് തൃത്വം മനസ്സിലാക്കുന്നത് 1 God 3 persons എന്നുള്ള അർത്ഥത്തിലാണ്. സമൂഹത്തിൽ മനുഷ്യനെക്കുറിച്ചുള്ള ആശങ്ക പരിഹരിക്കുകയാണ് മതം ചെയ്യുന്നതെന്നും വ്യക്തികളെ നശിപ്പിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കണമെന്നും ആത്മീയത മികച്ച മനുഷ്യനെ സൃഷ്ടിക്കുന്നതായും ഫാദർ കൂട്ടിച്ചേർത്തു. നാം സ്വയം സത്യസന്ധതയിൽ നിലകൊള്ളുകയും കുടുംബത്തിലും സമൂഹത്തിലും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നന്മ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു നൽകണമെന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മിഷണറി മൗലവി PM വസീം അഹമ്മദ് പറഞ്ഞു. സത്യസന്ധത എല്ലാവരോടും, സ്വയം വ്യക്തിത്വത്തോടും, മറ്റുള്ളവരോടും, സമൂഹത്തോടും, മാതാപിതാക്കളോടും എല്ലാവരോടും സത്യസന്ധമായി നിലനിൽക്കുക, സത്യസന്ധത പുലർത്തുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഈ നാം സ്വയം സത്യസന്ധനായി ഇരിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലും ആ സത്യസന്ധതയെ പ്രോത്സാഹിപ്പിക്കുക. നാം എന്താണോ നമുക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് അത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ആഗ്രഹിക്കുക. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് കോപം, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയവ വർദ്ധിക്കുകയും അക്രമാസക്തരായി തീരുകയും ചെയ്യുമെന്ന് പ്രമുഖ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് പറഞ്ഞു. പല രീതിയിൽ ചിലര് അക്രമാസക്തമായ സ്വഭാവം കാണിക്കുക, ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുക, കൊല്ലുക, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് പോകുന്നത്. മാതാപിതാക്കൾ കുട്ടികളെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നും 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ചികിത്സ പ്രയാസകരമായിരിക്കുമെന്നും ഡോക്ടർ ഓർമ്മിപ്പിച്ചു. നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ ജനാധിപത്യ ബോധമുള്ള വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോൾ ആളെ കിട്ടാതായിരിക്കുന്നുവെന്നും യുവാക്കൾ മദ്യപിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ പാർട്ടി വളരുകയല്ല തളരുകയാണ് ചെയ്യുന്നതെന്നും അഡ്വക്കേറ്റ് ജെയിൻ ജെയ്സൺ പറഞ്ഞു. അവരുടെ മീമുകൾ അങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, റീലുകൾ ഷെയർ ചെയ്യുന്നു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ലോകമില്ലാത്തൊരവസ്ഥയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരികയും. അഡ്വക്കേറ്റ് ഹസീബ് അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ട്രിനിറ്റി ജ്വല്ലേഴ്സ് തോപ്പുംപടി ഒരുക്കുന്ന ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 18 മുതൽ സെപ്റ്റംബർ 15 വരെ. പണിക്കൂലി 4% മുതൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളിലെ ഏറ്റവും മികച്ച ശേഖരം. 92.5 വെള്ളി ആഭരണങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു.